ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അഞ്ജുസ് കുക്കിംഗ് വേൾഡ്. എല്ലാ കുട്ടികൾക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എഗ് പപ്സ് ആണ്. വളരെ സിമ്പിളായിട്ട് ഓവനൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്ക് 1.5 കപ്പ് മൈദാമാവ് ആവശ്യമുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് കുറേശ്ശെ വെള്ളം, സാധാരണ വെള്ളമാണ് എടുത്തിട്ടുള്ളത്, കുറേശ്ശെ ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പം നമ്മൾ ചപ്പാത്തിക്കും പൂരിക്കൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇത് കുറച്ചും കൂടി മാവ് ലൂസായിട്ട് വേണം കിട്ടാനായിട്ട്. എന്നാൽ മാത്രമേ നമ്മുടെ പഫ് ഷീറ്റ് നല്ല സോഫ്റ്റായിട്ട് പരത്തിയെടുക്കാൻ പറ്റുള്ളൂ. ഇനി ബൗളിൽ നിന്നും മാറ്റിയ ശേഷം മാവ് നമുക്ക് ടേബിൾ ടോപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നല്ല പോലെ തന്നെ സോഫ്റ്റ് ആക്കിയിട്ട് വേണം ആ മാവിന് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ബട്ടർ കൂടി ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, ഈ ഒരു പരുവത്തിന് വേണം മാവ് കിട്ടാനായിട്ട്. ഇനി കുറച്ച് ബട്ടർ ഒന്ന് കയ്യിൽ തടവിയ ശേഷം മാവിലേക്ക് ഒന്ന് തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് ഒരു 10-20 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഈ ക്ലിംഗ് റാപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ക്ലോത്ത് വെച്ചിട്ട് കവർ ചെയ്താലും മതിയാവും. അങ്ങനെ ഇതാ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും മാവ് നല്ല സോഫ്റ്റായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിനെ ടേബിൾ ടോപ്പിൽ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മാവ് കുറച്ച് കൂടുതൽ ഒട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് മൈദാമാവ് വിതറിയ ശേഷം ഒന്നും കൂടി കുഴച്ചെടുത്താൽ മതിയാവും. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. ഇനി ഓരോരോ ഉരുളകളാക്കിയിട്ട് നമുക്കൊന്ന് കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പരത്തിയ ശേഷം ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ മുകളിലേക്കായിട്ട്. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ 2 സൈഡും എണ്ണയാവുന്ന പോലെ ഒന്ന് ആക്കി കൊടുക്കാം. എന്നിട്ടൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് മസാല തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഒരു പാൻ വയ്ക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് 1 ടീസ്പൂൺ ഓയിൽ കൂടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓയിലിൽ തന്നെ ഇത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ബട്ടറും കൂടി ഇടുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇനി മീഡിയം സൈസിലുള്ള സവാള ഇട്ട് കൊടുക്കാം. അത് പൊടിയായിട്ട് തരുന്നതാണ്. അത് ഒരു 2 മിനിറ്റ് മൂപ്പിച്ചെടുത്താൽ മതിയാവും. മൂത്ത് വന്ന ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയതും കൂടി ഇട്ട് കൊടുക്കാം, 1/2 ടീസ്പൂണ്. അതൊന്ന് മൂത്ത് വന്ന ശേഷം പൊടികൾ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, അതുപോലെ തന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 2-3 മിനിറ്റ് ആകുമ്പോഴേക്കും അത് വയന്ന് കിട്ടും കേട്ടോ. ഇനി അതിലേക്ക് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ഒട്ടും തന്നെ കൂടാതിരിക്കും, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി 1 ടീസ്പൂണോളം മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അതിനി മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാവുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു ബൗൾ വയ്ക്കാം. അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തതും 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ആ മസാലയിലേക്ക് ഇത് ചേർക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതവിടെ മുട്ട ബീറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു പാൻ വയ്ക്കാം. അതിലേക്ക് 1 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ മുട്ട ഉണ്ടല്ലോ, അതും കൂടി മുട്ട മിക്സ് ചെയ്ത് വെച്ചിട്ടില്ല, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇനി ഇതിനൊന്ന് കൊത്തി വറക്കാം. അപ്പോൾ പാലക്കാട്ടുകാർ നമ്മൾ കൊത്തി വറക്കാമെന്നാണ് കേട്ടോ പറയാറ്. അപ്പോൾ പല ഭാഗങ്ങളും പല രീതിയിലാണ് ഇതിലൊന്ന് പറയുക. അപ്പോൾ അതൊന്ന് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാലയില്ല, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനെ തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അടുത്തത് നമുക്ക് പഫ് ഷീറ്റ് ഒന്ന് പരത്തിയെടുക്കണം. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ റോളിംഗ് പിന്നീട് ആവശ്യമൊന്നുമില്ല, കൈ വെച്ച് ചെയ്യുമ്പോൾ തന്നെ അത് പരന്ന് വന്നോളൂ. ഇനി നമുക്ക് ലെയറായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പരത്തി വെച്ചതിനെ ഒന്ന് മടക്കിയെടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് പരത്തിയെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ കടയിൽ നിന്നും വാങ്ങിക്കുന്ന പപ്സ് ലെയറായിട്ട് കിട്ടില്ലേ, അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഇതവിടെ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല അതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഫില്ലിങ്സ് നിങ്ങൾക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ചിട്ട് വെച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു മുട്ടയുടെ പകുതി നമുക്ക് വെച്ച് കൊടുക്കാം.
ഇനി സൈഡ് ഭാഗമൊക്കെ നമുക്കൊന്ന് യോജിപ്പിച്ച് ചേർത്തിയെടുക്കാം. അപ്പോൾ മൈദാമാവ് ആയതുകൊണ്ട് തന്നെ പിന്നെ അതുമല്ല നല്ല സോഫ്റ്റായിട്ട് ഇരിക്കണതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അതിൽ ഒട്ടി പിടിച്ചോളും. മസാലകളൊന്നും വെളിയിൽ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു സൈഡ് ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലോസ് ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാതും ഞാനിവിടെ ഫുള്ളായിട്ടൊന്ന് ചെയ്തെടുക്കട്ടെ. ഇനി അതിലേക്ക് നമുക്ക് മുകളിലേക്കായിട്ട് ഗോൾഡൻ കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മുട്ട തേച്ച് കൊടുക്കാം. മുട്ട ഞാനിവിടെ പൊട്ടിച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ബ്രഷ് വെച്ചിട്ട് നമുക്ക് അതിലേക്കൊന്ന് തേച്ച് കൊടുക്കാം. ഇനി ഒരു പ്ലേറ്റ് എടുക്കാം. അതിലേക്ക് നമ്മുടെ ഈ ഒരു എഗ് പപ്സ് വെച്ച് കൊടുക്കാം. എന്നിട്ട് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച നമ്മുടെ ഓവൻ സെറ്റപ്പാണ്. അതിലേക്ക് ഇതൊന്ന് ഇറക്കി വെക്കാം. ഇനി ഒരു 50 തൊട്ടിട്ട് 55 മിനിറ്റ് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് 55 മിനിറ്റ് വേണ്ടി വന്നു. അപ്പോൾ നമ്മുടെ എഗ് പപ്സ് ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഓവനിൽ ഉണ്ടാക്കുന്ന ആ ഒരു വ്യത്യാസം ഇതിലുണ്ടാവും കേട്ടോ, തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ എഗ് പപ്സ്. വളരെ ടേസ്റ്റാണ്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി എത്തുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.